ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പുനലൂർ തുളിക്കോട് മണിയാർ റോഡിൻ്റെ ഒരു 10-20 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ വലത് ഭാഗത്ത് കാണുന്ന സ്ലഡ് ലഗൂൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന വേസ്റ്റുകളൊക്കെ ഈ ഭാഗത്ത് വന്നതിന് ശേഷം ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് പല ഘട്ടങ്ങളിലായി മാറ്റുമെന്നൊക്കെ ആയിരുന്നു സർക്കാർ വാഗ്ദാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇവിടുത്തെ ഒരു 6 ഏക്കറോളം വയൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. അതിനുശേഷം ഇത്തരത്തിൽ വെള്ളക്കെട്ടാക്കി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സമീപവാസികളായ ആളുകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ വേസ്റ്റ് വലിയ തോതിൽ ഇതിൻ്റെ ഈ പല ഭാഗങ്ങളിലും ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം കൊണ്ട് വേസ്റ്റ് നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെയും അതുപോലെ തെരുവുനായ്ക്കളുടെയും ഒക്കെ ഒരു താവളമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു. അതായത് 18 വർഷത്തിന് മുൻപാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ സ്ഥാപിതമായത്. ഇതിന് പിന്നാലെ പല പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ യാതൊരു പദ്ധതിയും ഇവിടെ വന്നിട്ടില്ല. അതായത് ഇതിന് ചുറ്റും ഒരു നടക്കുവാനുള്ള ഒരു നടപ്പാതയും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്കും അങ്ങനെയൊക്കെയുള്ള വലിയ ബൃഹത് പദ്ധതികൾ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കെ രാജു അവർ ഇവിടെ MLA ആയിരിക്കുന്ന സമയത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ പലതവണ ഇതുപോലെ വന്ന് ഇവിടെ ഓരോ പ്രൊജക്റ്റുകൾ വാഗ്ദാനം നൽകിയിരുന്നതാണ്. എന്തായാലും അതെല്ലാം പേപ്പറിൽ തന്നെ ഒതുങ്ങിയ ഒരവസ്ഥയാണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള MLA ശ്രീ PS സുബാലും അതുപോലെ പലതവണയും ഇവിടെ വന്ന് കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ മുഴുവൻ കാട് പടർന്ന് കയറി ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. അതായത് 18 വർഷമായിട്ട് ഈ പ്രദേശം ഇതുപോലെ ഈ ഒരു കാണുന്ന തരത്തിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തോന്നുന്നത് ഇവിടെ ഒരു ആമ്പൽ തോട്ടം പോലെയാണ്. അതായത് ആമ്പൽ താമര നിറയെ പിടിച്ച് വിരിഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് തോന്നുമ്പോൾ കാണുന്നത്. ഇതിനകത്ത് കുറേ കൊതുകും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ മലിനപ്പെട്ട് കിടന്നൊരവസ്ഥയാണ്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. സർക്കാരിൻ്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു പ്രോജക്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവിടുത്തെ നാട്ടുകാരെ നിലം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെറുമാതിരി ഇട്ടിട്ട് അത് വെള്ളം സംഭരിച്ചിട്ട് വെള്ളം ഒരു ടാങ്ക് ഒരു കുളം നിറയുമ്പോൾ അടുത്ത എക്കൽ കോരി മാറ്റിക്കൊണ്ട് അടുത്ത കുളത്തിൽ സ്റ്റോർ ചെയ്യാന്നുള്ള പരിപാടിയിലാണ് അന്ന് അവരോട് തുടങ്ങിയത്. ഇതിപ്പോൾ 16-18 വർഷം കൊണ്ട് ഇത് ഇങ്ങനെ കാട് കയറി ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം, ഇഴജന്തുക്കളുടെ ശല്യം, മറ്റേ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, അതിന് ഉപരി നാട്ടുകാർക്കുള്ള വേസ്റ്റ് കൊണ്ടിടാം. മണിയാർ, അഷ്ടമംഗലം, കേളങ്കാവും, പരവട്ടം പ്രദേശത്തിലും എല്ലാ വീട്ടുകാരും വേസ്റ്റ് കൊണ്ടിടാൻ ഇപ്പോൾ ഈ സ്ഥലമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരായ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ശല്യവും ഭയങ്കര പ്രശ്നങ്ങളുമാണ്. ഇതിന് കഴിഞ്ഞ നമ്മുടെ രാജു സാർ MLA ആയിരുന്നപ്പോൾ ഇവിടെ പാർക്ക് പണിയാമെന്നും പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ഇതിനകത്ത് കയറി പരിശോധന നടത്തിയും പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് പരിശോധന നടത്തിയതും മുനിസിപ്പാലിറ്റി അതിന് ഫണ്ട് വരെ മാറ്റി വെച്ചതാണ്. അന്ന് 18 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് 18 ലക്ഷം രൂപ മുൻ ചെയർമാൻ രാജഗോപാൽ സഖാവ് അതിന് മാറ്റിവെച്ചതും ഇവിടെ പിള്ളേർക്ക് വേണ്ടി ഒരു പാർക്ക് പണിഞ്ഞ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതാണ്. പക്ഷേ അത് ഇന്ന് വരെ അത് നടപ്പിലാക്കിയിട്ടുമില്ല. അത് യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഇപ്പോഴും ഇതേപോലെ കാടും കയറി ഇതേ ഇഴജന്തുക്കളുടെ ശല്യമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഈ പ്രദേശം. 16 ഏക്കർ സ്ഥലമുണ്ട്. 16 ഏക്കർ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് പദ്ധതിക്ക് വേണ്ടി. 18 വർഷമായി. 18 വർഷമായിട്ട് ടാങ്കായിട്ട് ഇത് കോൺക്രീറ്റ് ഒന്നുമില്ല. ഇത് ഒന്നുമില്ല. അവർ പറഞ്ഞ രീതി കൂടെ അല്ല ഇത് നടത്തിക്കൊണ്ട് പോയേക്കുന്നത്. വെള്ളം ഇങ്ങനെ ഇട്ടേക്കോ. ആരും വന്നിട്ടില്ല. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിട്ടില്ല. അവരെ വാട്ടർ അതോറിറ്റിയിൽ ഈ കാർഡ് എടുക്കാൻ പറഞ്ഞാൽ പോലും അവർ ചെയ്യത്തില്ല. കണ്ടില്ലേ മുതലെല്ലാം ഇടിഞ്ഞ് കിടക്കുന്നത്, ഇഴജന്തുക്കളുടെ ശല്യം. ഇതിനകത്ത് ഇപ്പോൾ ആർക്കും കയറാനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. പറഞ്ഞില്ല ഇത് മൊത്തം വേസ്റ്റ് ഇടാനുള്ള മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ലത് ഇപ്പോൾ അതാണ്. മുനിസിപ്പാലിറ്റി ആയാലും വാട്ടർ അതോറിറ്റിയും കൊടുക്കേണ്ട നാട്ടുകാർക്ക് വേസ്റ്റ് ഇടാൻ കൊടുക്കും. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സ്ഥലം അത്രയും അതിനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഉപയോഗമില്ല. ഇതേപോലെ ആണ് നശിപ്പിക്കുകയാണ്. ഇത് നിലമായിട്ട് കിടന്നായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ പരിസരത്തുള്ളവർക്ക് അരിക്ക് ക്ഷാമം വരത്തില്ലായിരുന്നു. അതേപോലെ കിടക്കുമായിരുന്നു. ഇതാ സർക്കാരിന്റെ പദ്ധതിയാണ്. എല്ലാം സർക്കാരിന്റെ ആണെന്ന് പറയുന്നിട്ട് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് എങ്കിൽ സർക്കാരിന് കൊടുക്കും. അതുമില്ല. നേരെ മറിച്ച് ഇത് തമിഴ്നാട്ടുകാരുടെ കയ്യിലായിരുന്നെങ്കിൽ തമിഴ്നാട്ടുകാർ ഇതിനകത്ത് ലക്ഷങ്ങൾ ആദായം എടുത്തേനെ. അറിയാമോ? ഇത്രയും സ്ഥലം മതി. തമിഴ്നാടിന് ഇത്രയും സ്ഥലം മതി. ഇന്നിപ്പോൾ അതിനകത്ത് പാർക്കും ആയേനെ, ബീച്ചും ആയേനെ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങളും ചെടിയോ പൂന്തോട്ടോ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തി പിള്ളേർക്ക് ഒരു കൊച്ചു പാർക്കും ആക്കിയാൽ ഇതെല്ലാം ചെയ്തേനെ. കണ്ടില്ലേ? ചാനലുകാർക്ക് എല്ലാവർക്കും കാണുന്ന സ്ഥലങ്ങളില്ലേ? കണ്ടില്ല? ഇത്രയും സ്ഥലം ചുമ്മാതെ കിടക്കില്ലേ?
ഞങ്ങൾ നാട്ടുകാരെ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. പഴയ കൗൺസിലർമാരും MLA സുവാദ് MLA അതിന് മുമ്പിരുന്ന MLA-മാരും പലരും ഇത് ആവശ്യപ്പെട്ടണൊക്കെ പോലും ഇത് ചെയ്യുന്നില്ല. ഇതിലെ എന്താണ് തടസ്സം എന്നുള്ളത് അറിയാം. തടസ്സം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി കൈമാറത്തില്ലെന്നാണ് അവർ പറയുന്നത്. അത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോർഡാണ്, അവരത് കൈമാറത്തില്ല, അവരുടെ സ്ഥലമാണെന്ന് അവർ പറയുന്നത്. കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.